നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയാകണമെന്ന് തനിക്ക് അതിമോഹമില്ലെന്ന് കെ എം മാണി. ആരെയും ഇല്ലായ്മ ചെയ്യുക എന്നത് കേരള കോൺഗ്രസിന്റെ നയമല്ലെന്നും കെ എം മാണി. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മയക്കുമരുന്ന് മാഫിയകളുടെ വക്താക്കളാകരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് VM സുധീരന് രമേശ് ചെന്നിത്തല കത്തെഴുതി. റാന്നി വെണ്ണിക്കുളം റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. ശബരിമല പാതയുടെ നിലവാരത്തിൽ ഉയർത്തുവാനാണ് പദ്ധതിയിട്ടിരുന്നത്. റാന്നി ഇട്ടേപ്പാറ മിനർവ ജംഗ്ഷനിൽ മാലിന്യങ്ങളും വെള്ളക്കെട്ടും കാരണം യാത്രക്കാർ ദുരിതത്തിലാകുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയാകണമെന്ന് അതിമോഹമില്ലെന്ന് കെ എം മാണി പറഞ്ഞു. ആരെയും ഇല്ലായ്മ ചെയ്യുക എന്നത് കേരള കോൺഗ്രസിന്റെ നയമല്ലെന്നും കെ എം മാണി വ്യക്തമാക്കി. PC ജോർജിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു കെ എം മാണി. CPM-മായി ചേരേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്നും മാണി പറഞ്ഞു. അത്തരമൊരു പദ്ധതി നിലവിലില്ല. ആരെയും ഇല്ലായ്മ ചെയ്യലല്ല കേരള കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും മാണി വ്യക്തമാക്കി. UDF-നെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. PC ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നും മാണി പറഞ്ഞു. മുഖ്യമന്ത്രിയാകണമെന്ന് തനിക്ക് അതിമോഹമില്ലെന്ന് മാണി അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റേണ്ടെന്ന ആവശ്യം ഇപ്പോൾ കേരളത്തിലില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബ്ലേഡ് മാഫിയകളുടെ പ്രവർത്തകരും മയക്കുമരുന്ന് മാഫിയകളുടെ വക്താക്കളും സഹായികളുമാകുന്നതിൽ നിന്ന് തടയുവാൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് VM സുധീരന് കത്തെഴുതി. ബ്ലേഡ് മയക്കുമരുന്ന് മാഫിയക്കെതിരെ സർക്കാർ കൈക്കൊണ്ട നടപടിയെ സുധീരൻ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നതായും രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ കുബേരയും ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടിയും വിജയിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ചെന്നിത്തല അറിയിച്ചു. റാന്നി ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റിയുടെയും അങ്ങാടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജ്യോതിസ് സോഷ്യൽ സർവീസ് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശബരിമല മലമേഖലയിലെ ആദിവാസി ഊരുകളിൽ 18-ാം തീയതി ലഹരി വിരുദ്ധ പ്രചരണവും സൗജന്യ പഠനോപകരണ വിതരണവും നടക്കും. SBT പത്തനംതിട്ട റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജേക്കബ് G. ഫെൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ഡോക്ടർ ബെൻസി മാത്യു കിഴക്കേതിൽ അധ്യക്ഷനായിരിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചേക്കോട്ട് ഏജൻസീസ് ചാലിങ്കൽ ബിൽഡിംഗ് ഫെഡറൽ ബാങ്കിന് എതിർവശം പഴവങ്ങാടി റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. റാന്നി വെണ്ണിക്കുളം റോഡ് പ്ലാങ്ക് 1 വരെ BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള പദ്ധതി ആരംഭിക്കുവാൻ വൈകുന്നു. ശബരിമല റോഡിന്റെ നിലവാരത്തിൽ ഉയർത്തുവാനാണ് പദ്ധതിയിട്ടിരുന്നത്. റാന്നി വെണ്ണിക്കുളം റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. റാന്നി മുതൽ പ്ലാങ്ക് 1 വരെയുള്ള ഭാഗമാണ് ശബരിമല റോഡിന്റെ നിലവാരത്തിൽ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നത്. പണികൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലികൾ ഉടനെ ആരംഭിക്കുമെന്നും മാസങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നതാണ്. റാന്നി മുതൽ പ്ലാങ്ക് 1 വരെയുള്ള റോഡിൽ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ ഇന്റർലോക്ക് കട്ടകൾ പാകുമെന്നും മഴക്കാലത്ത് റോഡിലൂടെ ഉണ്ടാകാവുന്ന വെള്ളമൊഴുക്ക് തടയുവാൻ റോഡിന് ഇരുവശങ്ങളിലുമുള്ള കാനകൾ ആഴം കൂട്ടി നിർമ്മിക്കുമെന്നും കേട്ടിരുന്നു. നിലവിലുള്ള റോഡിന്റെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗം പദ്ധതിയിട്ടിരുന്നതാണ്. വീതി കുറവായ ഭാഗങ്ങളിൽ റോഡിന് വീതി കൂട്ടുമെന്നും പറഞ്ഞിരുന്നു. ഇതിനായി റോഡിന് ഇരുവശമുള്ള സ്ഥല ഉടമകളുമായി സംസാരിച്ച തീരുമാനത്തിലെത്തുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നു. അതോടെ പദ്ധതി ഫയലിൽ തന്നെ ഇരിപ്പുമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചിട്ടും പക്ഷേ ഈ പദ്ധതിയെപ്പറ്റി മാത്രം ബന്ധപ്പെട്ടവർ മറന്നമട്ടാണ്. റാന്നി മാമൂക്കിലെ പഴയ പാലം ബലപ്പെടുത്തുകയും പുളിമുക്കിലെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ പൊളിഞ്ഞുപോയ ഭാഗങ്ങൾ DRP ചെയ്യുന്ന ജോലികളും പൂർത്തീകരിച്ചു. ഇതെല്ലാം ഈ റോഡിന്റെ വികസനത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു ചെയ്തത്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ പ്ലാങ്ക് 1 മുതൽ റാന്നി വരെയുള്ള റോഡിലെ കൊടുംവളവുകൾ നിവർന്നു കിട്ടും. അപകടങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും. സിറ്റി ന്യൂസ്, റാന്നി. ഗുരുധർമ്മ പ്രചാരണ ട്രസ്റ്റ് റാന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ധർമാശ്രമത്തിന്റെയും ട്രസ്റ്റ് ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചാരണ ട്രസ്റ്റ് റാന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ധർമാശ്രമത്തിന്റെയും ട്രസ്റ്റ് ഓഫീസിന്റെയും നിർമ്മാണ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു.
നല്ല ചിന്തയിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ ഗുരുദേവൻ ലോകത്തിന് ദർശനങ്ങൾ നൽകി. വെല്ലികുളം പ്രദേശം തന്നെ നമുക്കറിയാം. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും ശക്തമായ ആഴത്തിലുള്ള വേരോട്ടമുള്ള പ്രദേശമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. വളരെ ശക്തമായ ശ്രീനാരായണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ധർമാശ്രമം കടന്നു വരുന്നത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. 3 നിലകൾ നിർമ്മിക്കുന്നു എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ വളരെ വേഗമാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ട്രസ്റ്റിന്റെ നേതൃത്വം നൽകുന്ന വ്യക്തികൾ അവരുടെ സത്യസന്ധരാണ്. അവരുടെ ജീവിതത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ച മഹൽ വ്യക്തികളാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ഈ ട്രസ്റ്റിന് വലിയ വിജയം ഉണ്ടാകുന്നത്. കൂടുതൽ ആളുകൾ സഹകരിക്കാൻ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഗുരുധർമ്മ പ്രചാരണ ട്രസ്റ്റ് പ്രസിഡന്റ് PJ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ധർമാശ്രമ രൂപകൽപ്പന ചെയ്ത മനോജിനെ മുൻ ട്രസ്റ്റ് പ്രസിഡന്റ് P നാരായണൻ ആദരിച്ചു. പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി സോമരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കോമളം അനിരുദ്ധൻ, S ഹരിദാസ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, ഷൈനി രാജീവ്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അനിത അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ഫിലിപ്പ്, സന്തോഷ്, VN സതീശൻ തുടങ്ങിയവരും വിവിധ SNDP ശാഖായോഗം ഭാരവാഹികളും പങ്കെടുത്തു. ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നതിന് ആലോചിക്കുകയും അതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം നടത്തി ഈ പദ്ധതി വിജയലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ട്രസ്റ്റിൻ്റെ അംഗങ്ങളെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇനിയും ഒട്ടേറെ ദൂരം ഇത് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിന് വലികുളത്തിനും റാന്നിക്കും വലിയ യശസ് ഉണ്ടാക്കുന്ന ഒരു ചടങ്ങാണ്, ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. വലികുളത്തിൻ്റെയും റാന്നിയുടെയും പെരുമ നമ്മുടെ രാജ്യത്തും കേരളത്തിലും ആകെ നിലനിൽക്കത്തക്ക നിലയിൽ ഈ ധർമാശ്രമം വളരണം. അതിന് ഭാവനയും ശേഷിയും കരുത്തുമുള്ളവരാണ് ഇതിൻ്റെ സാരഥികളും അംഗങ്ങളും എല്ലാം എന്നുള്ളത് നമുക്കറിയാം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, ബാർ അസോസിയേഷൻ, ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബാലവേല വിരുദ്ധ ദിനാചരണവും നിയമബോധവൽക്കരണ സെമിനാറും നടത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP സുഭാഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി ഇട്ടിയപ്പാറ മിനർവ ജംഗ്ഷനിൽ മാലിന്യങ്ങളും മഴവെള്ളവും റോഡിൽ കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഓടകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞത് മൂലം വെള്ളം ഒഴുകി പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ മഴക്കാലത്ത് റാന്നി ഇട്ടിയപ്പാറ മിനർവ ജംഗ്ഷനിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാവുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ SLP സ്കൂളിന് മുൻവശം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മഴവെള്ളം ഒഴുകിപ്പോകാതെ റോഡിൽ കെട്ടിക്കിടക്കുന്നതാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ദുരിതം വിതയ്ക്കുന്നത്. മഴവെള്ളം ഒലിച്ചു പോകുവാൻ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന ഭാഗത്ത് ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചപ്പുചവറുകളും മാലിന്യങ്ങളും വന്നടിഞ്ഞ് ഓട അടിഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങിയ മണ്ണും വന്നടിഞ്ഞത്. കൂടാതെ പുല്ലുകൾ വളർന്നു നിൽക്കുന്നതും വെള്ളമൊഴുകി പോകുവാൻ ഇവിടെ തടസ്സമായി നിൽക്കുന്നു. നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യവകുപ്പോ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട പഞ്ചായത്തോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. ശുചിത്വം പാലിക്കുവാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ തന്നെ ഇത്തരം ഗൗരവമായ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് അറിയിക്കുന്നതാണ് ഏറെ ലജ്ജാകരം. പകർച്ചപ്പനി, ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധ നടപടികളെപ്പറ്റി ബോധവൽക്കരണവും കൊണ്ടുപിടിച്ച് ഇനിയും നടക്കും. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പകർച്ചവ്യാധികൾ ആർക്കെങ്കിലുമൊക്കെ
പിടിപെട്ടെന്നുമിരിക്കും. സിറ്റി ന്യൂസ്, റാന്നി. എരുമേലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. സഹോദരന്റെ സുഹൃത്തുക്കളായ 2 പേർ പോലീസ് പിടിയിലായി. എരുമേലി കാരശ്ശേരി സ്വദേശി രാജൻകുട്ടി, പുഞ്ചവേൽ സ്വദേശി ബിജിൻലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമേലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സഹോദരനും കൂട്ടുകാരനും കൂടി ചേർന്ന് പീഡിപ്പിച്ചു. സഹോദരന്റെ സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദരനും മറ്റൊരു സുഹൃത്തിനുമായുള്ള പോലീസ് തെരച്ചിൽ വ്യാപകമാക്കി. കഴിഞ്ഞ 7 വർഷത്തിലധികമായി സഹോദരൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് മണിമല CI അബ്ദുൾ റഹീം പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് അപകടമാണത്ത പെൺകുട്ടി അതിൻ്റെ ബന്ധുക്കളോട് ഈ വിവരങ്ങൾ പറയുകയും അവർ ആ പള്ളിയിലെ അച്ഛനുമായി ബന്ധപ്പെട്ട് കുട്ടിയെ അവരുടെ ഒരു ആശ്രമത്തിൽ പാർപ്പിക്കുകയും വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുകയും ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകർ അവിടെ ചെന്ന് കുട്ടിയുടെ മൊഴിയെടുത്തതിന് ശേഷം ഇത് ഗുരുതരമായ കുറ്റകൃത്യം, പ്രകൃതി വിരുദ്ധമായ ലൈംഗിക പീഡനം, അല്ലാതെയുള്ള ലൈംഗിക പീഡനമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വെളിവായതിനെ തുടർന്ന് എനിക്ക് റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എരുമേലി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് 2 പ്രതികളെ ഇന്നലെ തന്നെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 2 പേര് കൂടിയാണുള്ളത്. അവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് എരുമേലി കാരശ്ശേരി സ്വദേശി രാജൻകുട്ടി, പുഞ്ചവേൽ സ്വദേശി ബിജിൻലാൽ എന്നിവരെ മണിമല CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. സഹോദരനും സുഹൃത്തിനുമായുള്ള തെരച്ചിൽ പോലീസ് വ്യാപകമാക്കി. മാനസിക അസ്വസ്ഥതയുള്ളതിനാൽ പീഡന വിവരം പെൺകുട്ടി മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല. ഇത് മുതലാക്കി സഹോദരൻ പെൺകുട്ടിയെ പീഡനം തുടർന്നു. കഴിഞ്ഞ 4 മാസമായി സഹോദരന്റെ സുഹൃത്തുക്കളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. പീഡനം തുടർന്നതോടെ പെൺകുട്ടി സമീപത്തെ തുണിക്കടയിൽ അഭയം പ്രാപിച്ചുവെങ്കിലും സഹോദരൻ ബലമായി വീട്ടിലേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി വിവരം ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകി. പ്രസ്തുത പരാതി അവർ എരുമേലി പോലീസിനും കൈമാറി. തുടർന്ന് മണിമല CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി തോട്ടമൻ കൃഷിഭവൻ ഇഞ്ചി കൃഷിക്ക് അപേക്ഷ ക്ഷണിച്ചു. 2014-2015 വർഷത്തെ കരമൊടുക്കിയ രസീതിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുമായി അപേക്ഷ സമർപ്പിക്കണം. ടിഷ്യൂ കൾച്ചർ വാഴ, ട്രോ ബാഗ്, തെങ്ങിൻ തൈ, ജാതിത്തൈ എന്നിവ ആവശ്യമുള്ളവർ കൃഷിഭവനിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036. വാർത്തകൾ തുടരുന്നു. രക്തദാന ജില്ലാതല ഉദ്ഘാടനം പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ വെച്ച് 17-ാം തീയതി രാവിലെ 11:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ നിർവഹിക്കും. നിര്യാതരായി റാന്നി പുതുവീട്ടിൽ PP തോമസ്. തോമാച്ചൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം 17-ാം തീയതി ചൊവ്വാഴ്ച പകൽ 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ഭാര്യ ഏലിക്കുട്ടി പരവൻചേരിൽ കുടുംബാംഗമാണ്. അനില, ആനന്ദ്, അജീഷ് എന്നിവർ മക്കളും. സജി, പ്രിൻസി, അഞ്ജു എന്നിവർ മരുമക്കളുമാണ്. അങ്ങാടി പാണപ്പിളാക്കൽ PK കുര്യൻ കുഞ്ഞുമോൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2 മണിക്ക് ഭവനത്തിൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതും തുടർന്ന് സെന്റ് തെരേസാസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ കടവിൽ പള്ളിയിൽ സംസ്കാരം നടത്തുന്നതുമാണ്. ഓദ്ര പുല്ലാന്തര കുടുംബാംഗം അമ്മിണിയാണ് ഭാര്യ. സുജ, ബിജു, ബിനു എന്നിവർ മക്കളും. മോൻസി തട്ടാറയിൽ, സുജ, സോയ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയാകണമെന്ന് തനിക്ക് അതിമോഹമില്ലെന്ന് KM മാണി. ആരെയും ഇല്ലായ്മ ചെയ്യുക എന്നത് കേരള കോൺഗ്രസിന്റെ നയമല്ലെന്നും KM മാണി. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മയക്കുമരുന്ന് മാഫിയകളുടെ വക്താക്കളാകരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് VM സുധീരന് രമേശ് ചെന്നിത്തല കത്തെഴുതി.
റാന്നി വെണ്ണിക്കുളം റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. ശബരിമല പാതയുടെ നിലവാരത്തിൽ ഉയർത്തുവാനാണ് പദ്ധതിയിട്ടിരുന്നത്. റാന്നി ഇട്ടിയപ്പാറ മിനർവ ജംഗ്ഷനിൽ മാലിന്യങ്ങളും വെള്ളക്കെട്ടും കാരണം യാത്രക്കാർ ദുരിതത്തിലാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.